നമ്മുടെ ശോഭാ സുരേന്ദ്രൻ മാഡം എന്തോ ഒന്ന് പറയുന്നുണ്ട്. സാധാരണ തീപ്പൊരിയായി കണ്ടിച്ച് പറയുന്ന ഒരാളാണ് നമ്മുടെ ശോഭ ചേച്ചി. ശോഭ ചേച്ചി പറയുന്നെന്ന് കേട്ടു. സ്ഥലത്തും നമുക്ക് കാണാൻ സാധിച്ചത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ ഭാഗത്തു നിന്ന് അതീവ സ്നേഹവും അതീവമായിട്ടുള്ള സൗഹാർദ്ദവും ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മഹാമാഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിച്ചു. ഓരോ വ്യക്തികളുടെയും വീടുകളിൽ അവർ ഇവിടേക്ക് വരുന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഭക്ഷണം അത് നിങ്ങൾക്ക് കഴിക്കാനും സാധിക്കുമോ? നിങ്ങൾക്ക് പ്രത്യേകം ആചാര അനുഷ്ഠാനങ്ങളുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നവരുമായി ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് 270 വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം കാണാൻ സാധിക്കുന്ന ഈ മഹാമാഘത്തിനെ ഹൃദയപൂർവ്വം വരവേൽക്കാൻ ഇവിടുത്തെ ജനത തയ്യാറായിട്ടും. ശോഭന ചേച്ചിയെ മലപ്പുറംകാരും മനുഷ്യരുമൊക്കെ കേരളത്തിലെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് മലപ്പുറംകാർ അവർ ഈ കാര്യത്തിലൊക്കെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ, ആതിഥേയത്വത്തിന്, അതിൻ്റെ മര്യാദയ്ക്ക്, അവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ, അതിൽ ജാതിയും മതവും ഒന്നുമില്ലാതെ അവരെ ഒപ്പം കൂട്ടാൻ ഒക്കെ വലിയ മനസ്സുള്ളവരാണ് മലപ്പുറം. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ ചാനലിലൂടെ ഇരുന്ന് പറയുന്നത് നല്ലത് തന്നെ. പക്ഷേ വെറുപ്പും വിദ്വേഷവും മാത്രം എഴുതുന്ന കുറേ വൃത്തികെട്ടവന്മാർ ഈ നിങ്ങളുടെയൊക്കെ പ്രസ്ഥാനത്തിൻ്റെ തണലിൽ കിളിർത്തു വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാം. അവരെയൊക്കെ വിളിച്ചു പറയണം, ഈ പറഞ്ഞതുപോലെ ഈ മലപ്പുറത്തുള്ള മനുഷ്യർ, മുസ്ലിങ്ങളായ മനുഷ്യർ, അവർ ഈ പള്ളിയൊക്കെ അതിൻ്റെ വഴിയിലുണ്ടായിരുന്നിട്ടും ആ പള്ളിയുടെ അതിൻ്റെ കോമ്പൗണ്ടിനകത്താണ് വേണ്ട പോലീസുകാരും ഈ മേളയ്ക്ക് ആവശ്യമുള്ള ആളുകളും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതുകൂടാതെ ഏതോ ഒരു വായി നോക്കി ഇന്നലെ എഴുതിയേക്കുന്നുണ്ട് വണ്ടി വെക്കുന്നതിന് 30 രൂപ പിരിച്ച്. അതൊക്കെ അവരുടെ മിടുക്കുക. ഇതിപ്പോൾ അവിടെ മാത്രമൊന്നുമല്ല, കേരളത്തിലെല്ലാ സ്ഥലത്തും നടക്കുന്ന ഉത്സവങ്ങളിലും അതുപോലെയുള്ള പരിപാടികളിലുമെല്ലാം അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ലേലത്തിനെടുത്തും ലേലത്തിനെടുക്കാതെയും ഒക്കെ കൂപ്പണും ടോക്കണും ഒക്കെ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞ? അവരിത് നിങ്ങൾ സ്ഥിരമാക്കാമെങ്കിൽ അവർ സ്ഥിരമായിട്ട് അവിടത്തേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കും. അവർ വിൽക്കുന്നത് എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? ഇവിടുത്തെ പോലെ ഇല്ല, അപ്പുറത്തെ പെരിന്തൽമണ്ണ ചന്തയിൽ പോയി അല്ലെങ്കിൽ ബേപ്പൂര് പോയി ഒന്നും ആയിരിക്കത്തില്ല വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യും. നിങ്ങൾക്ക് അവിടത്തേക്ക് വേണ്ട മാലയോ സാധനങ്ങളോ ഒക്കെ ചൈനയിൽ നിന്ന് വേണേൽ ഇറക്കുമതി ചെയ്യും, അല്ലേ ദുബായിൽ നിന്ന് കൊണ്ടുവരും. കൊണ്ടുവന്ന് നല്ല വെടിപ്പായിട്ട് നിങ്ങൾക്ക് തരും. അവർ കച്ചവടക്കാരാണ്. അവർക്ക് കച്ചവടമാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ പറഞ്ഞ സംഗതി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് നല്ലതാണ്. ഇതിവിടെ കിടക്കട്ടെ. കാരണം ഇടയ്ക്കിടയ്ക്ക് മലപ്പുറം മുസ്ലിങ്ങൾ തീവ്രവാദി അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പം ഈ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ജനങ്ങളോട് ഒന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ കേൾക്കുന്നത് നല്ലതാണ്. ഏതായാലും പിന്നെ മഹാമാഘത്തിലെ കാര്യം വന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങളിത് ഓരോ സ്ഥലത്തും നടത്തുന്നതിൻ്റെ ഉദ്ദേശത്തിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഭയങ്കര സംശയമുള്ളതുകൊണ്ട് അവരാരും അടുക്കാതിരുന്നത്. നമ്മുടെ അബ്ദുള്ള കുട്ടിയൊക്കെ പറയുന്നത് ഹജ്ജ് ക്യാമ്പിൽ എല്ലാവരും പോകും, ഇവിടെ ആരും വരത്തില്ലെന്ന്. അബ്ദുള്ള കുട്ടിയൊക്കെ ഹജ്ജ് ക്യാമ്പ് സർക്കാരിൻ്റെ ഇല്ലേ? നിങ്ങളൊരു ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ട് ഇതൊന്നും അറിഞ്ഞുകൂടായോ? ഇപ്പോൾ ശബരിമല പോകുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അവിടുത്തെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും സ്വാമിമാർക്ക് എന്താ പറയുന്നത് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങളുടെ പെരിന്തൽമണ്ണയിൽ MLA സ്ഥിരം നാരങ്ങാവെള്ളം പിഴിഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് പെരിന്തൽമണ്ണയിൽ MLA. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ധാരാളമായി നടക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സവിശേഷമായൊരു ഉദ്ദേശത്തോടു കൂടി ഇതിനു വേണ്ടി തുടങ്ങിയതുകൊണ്ടാണ് ആരും അടുക്കാതിരുന്നത്. പക്ഷേ തകർത്ത് കളഞ്ഞു നിങ്ങളെ. കടലാമ തകർത്ത് കളഞ്ഞു. കടലാമയാണ് തകർത്തത്.